നമ്മളെല്ലാവരും ഈ ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമാക്കി നടത്തുന്ന ആൾക്കാരാണ്. ബർത്ത്ഡേ ഫങ്ഷൻസ്, കല്യാണങ്ങൾ, നിശ്ചയങ്ങൾ, അതേപോലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെയും ആഘോഷങ്ങളാക്കി മാറ്റുന്ന ആളാണ് ഇപ്പോൾ മലയാളികൾ. മലയാളികൾ മാത്രമല്ല, പൊതുവേ ഇതിനേക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗംഭീരമായ പരിപാടികളാണ് നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉള്ള ചില പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ പറയണത്. ഒരു പാർട്ടി ഇതുപോലെ തന്നെ അദ്ദേഹം നല്ല സമ്പത്തുള്ള ഒരാളാണ്. അയാളുടെ കുട്ടിയുടെ ബർത്ത്ഡേ, ഒന്നാമത്തെ ബർത്ത്ഡേ അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു. 10,000-2000 ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഗംഭീരമായ ഭക്ഷണങ്ങൾ, എല്ലാ നോൺ വെജ് ഐറ്റംസും ഒക്കെ ആയിട്ട് ഗംഭീരമായ പരിപാടികൾ നടത്തി. വന്ന ആൾക്കാരൊക്കെ കുട്ടിയെടുത്തു, സമ്മാനങ്ങൾ കൊടുത്തു. രാത്രി 12 മണിയായപ്പോഴേക്കും കുട്ടിക്ക് വയ്യാണ്ടായി, പുള്ളി ഹോസ്പിറ്റലായി. എന്തിനു പറയണത്, 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു കുട്ടി. എന്താണ് രോഗം എന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയധികം ആളുകൾ ഈ വലിയ ഫംഗ്ഷന് വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ടാവും അതിനകത്ത്. നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാർ, അസൂയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്രയും ഗംഭീര പരിപാടിയിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ഉള്ളിലൊരു വല്ലാത്ത നെഗറ്റീവ് എനർജി ഫോം ചെയ്യും. ഇത്ര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അസൂയയുടെ എനർജി. ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് ആ കുട്ടിയെ വന്നവർ എടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടീനെ തൊടുന്നത്. എല്ലാം കൂടി കുട്ടിയുടെ ശരീരത്തിലേക്ക്, ആ 1 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്കുണ്ട. അപ്പോൾ ഇത് അറിയാത്ത ആളുകളാണ് നമ്മളിൽ പലരും. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു പോകുന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആളുകളെ വിളിച്ച് നമ്മളെ ഫംഗ്ഷൻ നടത്തി, നമ്മുടെ പൈസയും ചിലവാക്കി കുട്ടി രോഗിയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേപോലുള്ള കുട്ടികളെ, അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, ഇപ്പോൾ വേറൊരു ഫാഷൻ കാണുന്നുണ്ട്, ഗർഭിണികളെ വെച്ചിട്ട് അത് ആഘോഷിക്കുക. അവരുടെ 8-ാം മാസം, 7-ാം മാസം, 10-ാം മാസമൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം അനാവശ്യമായ പരിപാടികളാണെന്ന് ഞാൻ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിലുണ്ടാകുന്ന അപകടം അത് ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. പഴയ കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ആചാരങ്ങൾ ആൾക്കാർ നടത്തിയിരുന്നില്ല. പഴയ ആളുകൾക്ക് അറിയാമായിരുന്നു ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെന്താണെന്ന്. ഇപ്പോഴത്തെ ജനങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ അനുഭവം കൊണ്ടും ആൾക്കാർ പഠിക്കുന്ന അവസ്ഥ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട്, നല്ലോണം ആലോചിച്ചിട്ട്, കല്യാണ ഫംഗ്ഷനൊക്കെ നിങ്ങൾ നടത്തിക്കോ. പക്ഷേ ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചാൽ ആ കുട്ടിയോട് ചെയ്യുന്നൊരു നീതിയായിരിക്കും എന്ന് ഞാൻ പറയും. എല്ലാവർക്കും നന്മ വരട്ടെ.